ഭയങ്കരന്മാരെ ഭയങ്കരികളെ തട്ടിമ്പുറത്ത് ഞാൻ പഴയ കാശ് ഇങ്ങനെ അട്ടിയാക്കി വെച്ചേക്ക. കാശ് മാറ്റാണ്ടേ അട്ടിയാക്കി വെച്ചേക്ക ഞാൻ. ഭയങ്കരന്മാരെ ഭയങ്കരികളെ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ച് ഇരിക്കായിരുന്നു. വീഡിയോ ഒന്നും വേണ്ട, ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു. അവരൊന്ന് ആലോചിച്ചിട്ട് എൻ്റെ ഒരു അറിയണ ഒരു കൂട്ടുകാരൻ മരിച്ച്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതിൽ അതിപ്പോൾ ഫുഡ് വീടിയും ഒന്നും വേണ്ടെന്ന് വെച്ചു. ഇന്നലെ രാത്രി പോയി അങ്ങോട്ട് അവരെ വീട്ടിലേക്ക് പോയി. ഒരു 10-11 മണി വരെ ഇരുന്നു അവിടെ. ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. യൂണിയനിലുള്ള കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇട്ട് വർത്തമാനം പറഞ്ഞങ്ങനെ 11 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇന്ന് പോയില്ല. സ്ത്രീകൾ കരയണ കാണുമ്പോൾ, പിന്നെ ഈ കരയണ കാണുമ്പോഴാണ് അങ്ങനെയാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. കുടിച്ച് കഴിഞ്ഞാൽ കുടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ആ വഴിക്ക് പോകും. അത് പിന്നെ ഞാൻ പരിപാടിയൊക്കെ നിർത്തി, കുടിപ്പരിപാടിയൊക്കെ നിർത്തി. ഒന്ന് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ലോട്ടറിയുടെ ഫോട്ടോയും ഇതൊന്നും ഞാൻ ഈ ഫോണിൽ ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കുടുംബങ്ങളെ നശിച്ചും കുടുംബങ്ങളില്ലാണ്ടാക്കിയിട്ടുള്ളതും കുറേ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ ഇടണില്ല. എന്നാൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതൊന്നും പ്രൈസ് അടിക്കാറൊന്നുമില്ല. വളരെ യാദൃശ്ചികമായിട്ട് ഒരു 3 ദിവസം മുന്നേ ഒരു 3 ടിക്കറ്റിന് 500 വെച്ച് വീണു. ആ 500 വെച്ച് വീണപ്പോൾ ഒരു 1200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. 1200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റിന് ഒരു 5000 വീണു. ആ 5000 വീണപ്പോൾ കണ്ട, ഇന്നലെ ഞാൻ 3000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത്. ഇത് 3000 രൂപ ടിക്കറ്റ്. പിന്നെ അടിച്ച ടിക്കറ്റ് ഉണ്ട്. അടിച്ച ടിക്കറ്റ് അതിലടിച്ച് അത് വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ അടിച്ചാട്ടാ. അങ്ങനെയൊന്നും വീഴാറൊന്നുമില്ല. എന്താവോ 98-64 കണ്ട, അത് ഒരു ടിക്കറ്റുള്ളൂ. ബാക്കി ഇത് 6 ടിക്കറ്റ് 100 രൂപ വെച്ചിട്ട്. പിന്നെ ഇത് സെയിമാട്ടാ, സെയിം ഞാൻ ബുക്ക് ചെയ്ത് എടുത്തുള്ള. പിന്നെ ഇതൊക്കെ ഒറ്റ നമ്പറുകൾ. ഈ സെയിം വേറെ 0599 എടുത്തത്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ട് അതില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് 100 വെച്ച് വീണുണ്ട് 24 സെയിമിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാലേ, ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ടിക്കറ്റ് ഇപ്പം സംഭവം നമ്മൾ പണിയണ കാശിന് മുഴുവൻ ടിക്കറ്റ് എടുക്കലല്ല. വേണ്ട, ഇതൊക്കെ ടിക്കറ്റാ. ഇതൊക്കെ കാശാന്ന് വിചാരിച്ചാലാ. അപ്പം ഞാൻ ഇതൊക്കെ കണ്ട, ഈ ടിക്കറ്റൊക്കെ പണിയെടുത്ത കാശ് കൊണ്ട് എടുത്തില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ടിക്കറ്റ് വീണ് കഴിഞ്ഞാലേ, അടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ടിക്കറ്റ് എടുക്കും. ആ കാശ് നല്ല കാര്യത്തിന് വിനിയോഗിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷ ഒരു 1ാം സമ്മാനം കിട്ടണം. പാവങ്ങൾക്ക് എന്തൊട്ട് പ്രതീക്ഷ, വേറെ പ്രതീക്ഷയൊന്നുമില്ല. കക്കാനും പിടിച്ച് പറിക്കാനൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ഒരു ടിക്കറ്റ്, ഞാൻ ഒരു 10-200 രൂപയ്ക്ക് ഡെയിലി ടിക്കറ്റ് എടുക്കും. ചിലപ്പോൾ ചില ദിവസം എടുക്കാത്ത ദിവസങ്ങളുണ്ട്. ഇതൊക്കെ പണിയെടുത്ത കാശ് കൊണ്ട് എടുത്തുള്ള ടിക്കറ്റൊന്നും അല്ല കേട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഒരു 200 രൂപ, കൂടിപ്പോയി ഒരു 300 രൂപയ്ക്കൊക്കെ എടുക്കാറുണ്ട്. ചില ദിവസങ്ങൾ എടുക്കാറില്ല. ചിലപ്പോൾ ഒരു 50 രൂപയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടിക്കറ്റാ 2 ടിക്കറ്റ് അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാശിനൊക്കെ ടിക്കറ്റ് എടുക്കും. അതൊരു നല്ല കാര്യത്തിന് വിനിയോഗിക്കാറില്ല. കാരണം നമുക്ക് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കാശും ഇതൊക്കെ കിട്ടണമെങ്കിൽ വേറെ ഇപ്പം എന്തിട്ടുള്ളത്. ഈ പണിയെടുത്തിട്ടൊന്നും രക്ഷപ്പെടുന്നു. പണിയെടുത്താൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഇല്ല എന്ന് പറയുന്നില്ല, വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ പണിയെടുത്തിട്ട് നമ്മളെ എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ടിക്കറ്റ് എടുക്കണു. ചിലപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ ബിരിയാണി ഇങ്ങനെ ഉണ്ടെങ്കിലാ വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഒരു 200 രൂപ 300 രൂപ വരെയൊക്കെ എടുക്കും. ചില ദിവസം എടുക്കാറുമില്ല. അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാശിനൊക്കെ എടുക്കും. അങ്ങനെ എടുത്ത് വെച്ചുള്ള ടിക്കറ്റുകളാ, അടിക്കാണ്ട് എടുത്ത് വെച്ചുള്ള ടിക്കറ്റുകൾ. നമ്മൾ വലുത് കിട്ടും വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടണ കാശ്, അല്ലാണ്ട് പണിയെടുത്ത കാശിന് മുഴുവൻ ടിക്കറ്റ് എടുക്കാറില്ല. അപ്പോൾ എന്തോരം കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്.
ഇനി നശിക്കാൻ കിടക്കും. അപ്പം നമ്മൾ ഈ ഫോണിൽ ടിക്കറ്റ് അടിച്ചു ഇതടിച്ചു എന്ന് വിളിക്കുമ്പോൾ മറ്റുള്ളവർ കുറേ ആൾക്കാർ തന്തയ്ക്കൊക്കെ വിളിക്കും കാണുമ്പോൾ. ചിലർ ബാഡ് കമൻ്റ് ഇടും, ചില ആൾക്കാർ വിചാരിക്കും ഓ ടിക്കറ്റ് എടുക്കുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു എടുത്ത് കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ചിലപ്പം ഒരു ടിക്കറ്റൊക്കെ അങ്ങനൊക്കെ ഏതെങ്കിലും ഒരു 50 രൂപ ചിലവാക്കി എടുത്ത് അങ്ങനെ നല്ല വലിയ സമ്മാനം കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അല്ലാണ്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ വേണ്ട. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ ലോട്ടറി അടിച്ചു എന്നാ അടിച്ചില്ല എന്നാ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഇനി ഉദ്ദേശിക്കണില്ല. ഓക്കെ.